It's raining, but he is going out. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അദ്ദേഹം പുറത്ത് പോവുകയാണ്. Even though it's raining, he is going out. Although it's raining, he is going out. Though it's raining, he is going out. It's raining, however, he is going out. It's raining, nevertheless, he is going out. In spite of the rain, he is going out. Despite the rain, he is going out. രണ്ട് ഡിഫറെൻറ്റ് സെൻറ്റൻസിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് ലിങ്കേഴ്സ് നമ്മൾ ഉപയോഗിച്ചു. ഇങ്ങനെ ഡിഫറെൻറ്റ് ലിങ്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ മീനിങ്സിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. മീനിങ്സ് ഒന്ന് തന്നെയാണ്. അങ്ങനെ മീനിങ്സ് ഒന്ന് തന്നെയാണെങ്കിൽ എന്തിനാണ് ഡിഫറെൻറ്റ് ലിങ്കേഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? തീർച്ചയായും അത് യൂസ്ഫുള്ളാണ്. അത് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പല ഡിഫറെൻറ്റ് വേയ്സിൽ ഒരു ഡിഫറെൻറ്റ് കണക്റ്റേഴ്സിനെ പറ്റി അറിയുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയുന്നത് ആവശ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ആണ് ബട്ട്, എന്നാൽ, അല്ലെങ്കിൽ എങ്കിലും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. ഇറ്റ്സ് റെയിനിങ് ബട്ട് ഹീ ഈസ് ഗോയിങ് ഔട്ട്. ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അദ്ദേഹം പുറത്തു പോകുന്നു എന്നാണ്. ബട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന മിഡിൽ പാർട്ടിലാണ്. ഇറ്റ്സ് റെയിനിങ് ബട്ട് ഹീ ഈസ് ഗോയിങ് ഔട്ട്. നെക്സ്റ്റ്, ഈവൻ ദോ ആൻഡ് ഓൾ ദോ. ഈ രണ്ട് കണക്റ്റേഴ്സും കോൺട്രാസ്റ്റിംഗ് ഐഡിയാസിനെ കണക്റ്റ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് വിപരീത ആശയങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും സിനണിംസ് ആണ്. ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ മീനിങ് ഒന്ന് തന്നെയാണ്. ഓൾദോ ഇറ്റ്സ് റെയിനിങ്, ഹീ ഈസ് ഗോയിങ് ഔട്ട്. മഴ പെയ്യുകയാണെങ്കിലും അദ്ദേഹം പുറത്തു പോകുന്നു. ഇനി വേണമെങ്കിൽ അത് സെൻറ്റൻസിൻ്റെ മിഡിൽ ഉപയോഗിക്കാം. ഹീ ഈസ് ഗോയിങ് ഔട്ട് ഓൾദോ ഇറ്റ്സ് റെയിനിങ്, അങ്ങനെയും പറയാം. ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈവൻ ദോ. പക്ഷേ ഈവൻ ദോ ആൻഡ് ഓൾ ദോ തമ്മിൽ ചെറിയ ഒരു വ്യത്യാസം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈവൻ ദോ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കിട്ടി, കുറച്ചുകൂടി ഒരു എംഫസിസ് കിട്ടി. ഈവൻ ദോ ഇറ്റ്സ് റെയിനിങ് ഹീ ഈസ് ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞാലും, ഓൾ ദോ ഇറ്റ്സ് റെയിനിങ് ഹീ ഈസ് ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഇനി നെക്സ്റ്റ്, ദോ. ദോ എന്ന് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ഇൻഫോർമൽ ആണെന്ന് മാത്രം. അത് നമുക്ക് സെൻറ്റൻസിൻ്റെ മിഡിൽ ഉപയോഗിക്കാം, സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ ഉപയോഗിക്കാം, സെൻറ്റൻസിൻ്റെ എൻഡിലും ഉപയോഗിക്കാം. ഇറ്റ്സ് റെയിനിങ് ഹീ ഈസ് ഗോയിങ് ഔട്ട് ദോ. ദോ ഇറ്റ്സ് റെയിനിങ് ഹീ ഈസ് ഗോയിങ് ഔട്ട്. ഹീ ഈസ് ഗോയിങ് ഔട്ട് ദോ ഇറ്റ്സ് റെയിനിങ്. ഇനി നെക്സ്റ്റ് കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ലിങ്കേഴ്സ് നമ്മൾ ആ ഒരു ക്ലിപ്പിൽ കണ്ടത് ഹവെവർ ആൻഡ് നെവർദലെസ്. ഇത് രണ്ടും സിനണിംസ് തന്നെയാണ്. ഏത് ഉപയോഗിച്ചാലും സെയിം മീനിങ് തന്നെയാണ് കിട്ടുന്നത്. രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിന് തന്നെയാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. നെവർദലെസ് ഇറ്റ്സ് റെയിനിങ് ഹീ ഈസ് ഗോയിങ് ഔട്ട്. ഹീ ഈസ് ഗോയിങ് ഔട്ട് നെവർദലെസ് ഇറ്റ്സ് റെയിനിങ്. ഇറ്റ്സ് റെയിനിങ് ഹവെവർ ഹീ ഈസ് ഗോയിങ് ഔട്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉപയോഗിക്കാം. മീനിങ് ഒന്ന് തന്നെ. ഇനി അടുത്തത് ഇൻസ്പൈറ്റ് ഓഫ് ആൻഡ് ഡിസ്പൈറ്റ്. ഇത് രണ്ടും സിനണിംസ് ആണ്. ഏത് ഉപയോഗിച്ചാലും ഒരേ മീനിങ് തന്നെയാണ്. രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ മിഡിൽ ഉപയോഗിക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ ഹീ ഈസ് ഗോയിങ് ഔട്ട്. മഴയാണെങ്കിലും അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. മഴ പെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ ഹീ ഈസ് ഗോയിങ് ഔട്ട്. അതല്ലെങ്കിൽ ഹീ ഈസ് ഗോയിങ് ഔട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ. ഇനി ഡിസ്പൈറ്റ് ആണെങ്കിലോ, ഡിസ്പൈറ്റ് ദ റെയിൻ ഹീ ഈസ് ഗോയിങ് ഔട്ട്. ഹീ ഈസ് ഗോയിങ് ഔട്ട് ഡിസ്പൈറ്റ് ദ റെയിൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഓഫ് എന്ന് വേണം. അതേസമയം ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഓഫ് പാടില്ല. പിന്നെ എപ്പോഴും ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആയിരിക്കും ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡിസ്പൈറ്റ് ദ റെയിൻ, ഇൻസ്പൈറ്റ് ഓഫ് ദ റെയിൻ
പിന്നെ വേറൊരു തരത്തിലും ഇത് പറയാം. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് റെയിനിങ് ഹീ ഈസ് ഗോയിങ് ഔട്ട്, അങ്ങനെയും പറയാം. അതുപോലെ ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് റെയിനിങ് ഹീ ഈസ് ഗോയിങ് ഔട്ട്. അപ്പോൾ ഒരുപാട് ലിങ്കേഴ്സ്, ഒരേ മീനിങ് തന്നെയാണെങ്കിലും നമ്മൾ ഡിഫറെൻറ്റ് വേയ്സിൽ ഒരുപാട് ലിങ്കേഴ്സ് ഉപയോഗിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതും വളരെ ആവശ്യമാണ്. കാരണം പലപ്പോഴും നമുക്ക് ഒരു റിട്ടേൺ വർക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരേ മീനിങ് തന്നെയാണ് വരുന്നതെങ്കിലും ഒരേ ലിങ്കേഴ്സ് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു റെപ്പറ്റീഷൻ അല്ലേ. അപ്പോൾ നല്ല ഒരു ഫോർമൽ വേയിൽ എഴുതണം. അതല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ വർക്കിന് അതൊരു ഭംഗി, ഒരു ബ്യൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിഫറെൻറ്റ് ലിങ്കേഴ്സ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. പലപ്പോഴും ഫോർമൽ പ്രസൻറ്റേഷനൊക്കെ, ഒരു സ്പീച്ച് ഒക്കെ വേണ്ടി വരുന്നു, അതല്ലെങ്കിൽ ഒരു എക്സാം എഴുതുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായും ഇത്തരം ഡിഫറെൻറ്റ് ലിങ്കേഴ്സിനെ പറ്റിയുള്ള അറിവ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു.